താങ്കൾ സൂചിപ്പിച്ച SFIOയുടെ അന്വേഷണമുണ്ടല്ലോ. ഇപ്പൊ നോക്കൂ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ ബാംഗ്ലൂർ ആസ്ഥാനം എക്സാലോജിക് എന്ന കമ്പനി നടത്തുന്ന ആളാണ്. അവരുടെ ഒരു ക്ലയന്റ് ആയിരുന്നു ഈ CMRL. അപ്പോൾ വീണയ്ക്കും അതുപോലെ തന്നെ എക്സാലോജിക് കമ്പനിക്കുമായിട്ടാണ് 8 ലക്ഷം രൂപ പ്രതിമാസം വെച്ച് 1,72,00,000 രൂപ ആ കമ്പനി 2017 മുതൽ 2019 വരെ കൊടുത്തിരുന്നത്. മറ്റ് ക്ലയൻസും ഉണ്ടായിരുന്നു. ഇപ്പോൾ JDT ഇസ്ലാം പോലെയുള്ള മറ്റ് ക്ലയൻസും ഒക്കെ ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പനി എന്തെങ്കിലും കോർപ്പറേറ്റ് ഫ്രോഡ് കാണിച്ചിട്ടുണ്ടോ? ഇതാണ് കമ്പനി കാര്യ മന്ത്രാലയം പരിശോധിക്കുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പരിശോധിച്ചിട്ടുണ്ട്. ഇവർ ഡോർമെന്റ് ആയതും ഈ ഡോർമെൻസി ഡിക്ലെയർ ചെയ്തതും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 180 കോടി എന്ന് പറയുന്ന കാര്യത്തിൽ ഈ 1,72,00,000 രൂപയാണ് വീണയുമായി ബന്ധപ്പെട്ട കാര്യം. അത് ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത നികുതികളൊക്കെ അടച്ചിട്ടുള്ള ഒരർത്ഥത്തിൽ ഒരു സേവനത്തിന് വാങ്ങിച്ചിട്ടുള്ള പ്രതിഫലം എന്ന് നിയമപരമായി സ്ഥാപിക്കാൻ കഴിയുന്ന കാര്യമാണ്. മറ്റതൊക്കെയാണ് ഈ പറഞ്ഞ കടലാസിൽ എഴുതിയ പൈസ, ബാക്കിയുള്ള പൈസ, പലർക്കായി കൊടുത്തിട്ടുള്ള പൈസ. അപ്പോൾ ഈ SFIO യഥാർത്ഥത്തിൽ എന്താണ് അന്വേഷിക്കുന്നത്? ഈ കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള കോർപ്പറേറ്റ് ഫ്രോഡ് കാണിച്ചിട്ടുണ്ടെന്നാണോ, അതോ ഈ CMRL എന്ന് പറയുന്ന കമ്പനി കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് മറ്റുള്ളവർക്കൊക്കെ കുറേ കിക്ക് ബാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്? അല്ല, ഇതിനകത്ത് ഒരു കണ്ണി മാത്രമാണ് വീണ വിജയൻ. അദ്ദേഹത്തിന് എന്തുകൊണ്ട് 1,72,00,000 രൂപ കിട്ടി എന്നുള്ള ചോദ്യമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളാണ്, അതുപോലെ തന്നെ മന്ത്രിയുടെ ഭാര്യയാണ്. അതാണ് ഇവിടെ. അതിനകത്ത് വിജിലൻസ് പരമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ വിജിലൻസിൽ ഇനി കോടതിയിൽ പോയിട്ടുള്ള ഈ മാത്യു കുളനാടൻ മണ്ടനല്ലാതെ വേറൊന്നും പറയല്ല. കാരണം കേരളത്തിൻ്റെ വിജിലൻസ് സംവിധാനം പിണറായി വിജയൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്തുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ട്? അതവിടെ നിൽക്കട്ടെ. അങ്ങ് ചോദിച്ച SFIയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഇതൊരു വീണ വിജയൻ്റെയോ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ വിഷയമല്ല. രാജ്യദ്രോഹ സാമ്പത്തിക കുറ്റകൃത്യം എന്ന രീതിയിലാണ് ഇതിന് കാണുന്നത്. കാരണം ഈ രാജ്യത്ത് പറയല്ലോ കള്ളപ്പണം വെളുപ്പിക്കുന്നു. ഈ പണം 185 കോടി രൂപ എവിടേക്ക് പോയി, ആരുടെ കൈകളിലേക്ക് പോയി? ഇതാണ് അന്വേഷണം. ആ അന്വേഷണത്തിൽ ഒരു വസ്തുതയാണ്, വീണ തൈക്കണ്ടിയിലേക്കും 1,72,00,000 രൂപ പോയിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? കള്ളപ്പണം വെളുപ്പിച്ചെങ്കിൽ PMLA ആക്ട് ഇട്ട് അന്വേഷിക്കണം. അതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേണം. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും അതല്ല ED അന്വേഷണം നടത്തിയപ്പോഴാണ് ED ആണല്ലോ പറഞ്ഞത് കോർപ്പറേറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങൾ. അതുകൊണ്ടാണ് SFIയുടെ അന്വേഷണം വന്നത്. അപ്പോൾ അതിനകത്ത് ED വന്നല്ലോ. ഞാൻ നോക്കും, ഇതിനകത്ത് ED ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഒന്നും നമ്മൾ SFI എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, ഈ രാജ്യത്ത് IAS-കാരും IPS-കാരും ഫോറൻസിക് വിദഗ്ധരടക്കമുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ചട്ടക്കൂട് സംവിധാനമാണ് SFIO. പിന്നെ SFIO അന്വേഷണം നടക്കുന്ന സമയത്ത് കോർപ്പറേറ്റ് കമ്പനി നിയമപ്രകാരം മറ്റൊരു അന്വേഷണ ഏജൻസിക്കും അന്വേഷിക്കാനുള്ള വകുപ്പില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ വിജിലൻസിന് അന്വേഷിക്കാൻ സാധിക്കില്ല SFIയുടെ അന്വേഷണം നിൽക്കുന്ന സമയത്ത്. പിന്നെ പിണറായി വിജയനെതിരെയുള്ള അന്വേഷണമാണെങ്കിൽ ഓക്കെ, അങ്ങ് പറഞ്ഞത്. പക്ഷേ വീണ വിജയനെതിരെയുള്ള അന്വേഷണമാണെങ്കിൽ അങ്ങനെ അന്വേഷിക്കാനുള്ള വകുപ്പില്ല. രണ്ടാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇപ്പോൾ ജിൻഡോ പറയുന്നു ഞങ്ങൾ വലിയ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ്, വീണ തൈക്കയുടെ പോരാട്ടം. അങ്ങനെയാണെങ്കിൽ ഇവർ ഏതെങ്കിലും ഇവരുടെ പ്രതിപക്ഷ നേതാവോ ഇനി ഈ മാത്യു കുളനാടോ ഒരു പരാതി പോലും കേന്ദ്ര ഏജൻസികൾക്ക് കൊടുത്തിട്ടില്ലല്ലോ. എന്താ കൊടുക്കാത്തത്? അങ്ങനെയാണെങ്കിൽ അതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വിജിലൻസിൽ മാത്രമല്ലല്ലോ പരാതി കൊടുക്കേണ്ടത്. ഇവിടെ എത്ര മന്ത്രാലയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി മന്ത്രാലയങ്ങളുണ്ട്. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? കൊടുത്താൽ കുടുങ്ങും. ഇത് കോൺഗ്രസ്സുകാരും കോൺഗ്രസും കോൺഗ്രസ് പറയാൻ പറ്റില്ല, UDF-ഉം LDF-ഉം നടത്തുന്ന ഈ കേരളത്തിൽ നടന്ന വലിയ രാഷ്ട്രീയ അഴിമതിയാണ്. ആ രാഷ്ട്രീയ അഴിമതി ഇവിടെ വിവിധ രീതിയിലേക്ക് ഒരു സാമ്പത്തിക കുറ്റകൃത്യമായി മാറുന്നു. ഇത്തരത്തിലുള്ള നിരവധി കോർപ്പറേറ്റ് കമ്പനികൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെതിരെയുള്ള അന്വേഷണങ്ങൾ ED നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇന്ത്യയിൽ 2014 ശേഷം SFI അന്വേഷിക്കുന്ന 7ാമത്തെ കേസാണിത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ 2014 ശേഷം SFI അന്വേഷിക്കുന്ന 7ാമത്തെ കേസാണ്. അപ്പോൾ നേരത്തെ അരുൺകുമാർ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ തെളിവുകൾ കിട്ടുക എന്ന്. SFIയുടെ അന്വേഷണത്തിൽ വീണ വിജയൻ്റെ 2014 മുതൽ 2024 വരെയുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കം അവർ പരിശോധിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന CMRL കമ്പനിയിൽ നിന്ന് മാത്രമല്ല വീണ വിജയൻ മാസപ്പടി മേടിച്ചിട്ടുള്ളത്. ഇത് ഒരു ബിസിനസ്സാണ്, രാഷ്ട്രീയ ബിസിനസ്. അതായത് സ്വന്തം കുടുംബത്തിനും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ഫാമിലിക്കും പണം ഉണ്ടാക്കാൻ, വീണ വിജയൻ്റെ എക്സാലോജിക്കും പാർട്ടിക്ക് പണം ഉണ്ടാക്കാൻ അതിനുവേണ്ടി ഊരാളുങ്കൽ സൊസൈറ്റിയും. ഇതാണ് കേരളത്തിൻ്റെ ഒരു പൊതുനയം. കാരണം കൺസൾട്ടൻസി അഴിമതിയാക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ സർക്കാർ. നിങ്ങൾ നോക്ക്, ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ, ഇവരുടെ പല പദ്ധതികളും 5 കോടിയും 10 കോടിയൊക്കെയാണ്. എന്തിനാണ് ഈ 5 കോടിയും 10 കോടിയും പദ്ധതി കേരളത്തിലുള്ളത്? കൺസൾട്ടൻസി കൊടുക്കാനാണ്. അപ്പോൾ അഴിമതിയുടെ മറ്റൊരു മുഖം കൂടി ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ തുടങ്ങുകയാണ്. കാരണം വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ സ്വന്തം മകൾക്കുള്ള ആസ്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ IT പോലെയുള്ള താരതമ്യേന കുറഞ്ഞൊരു വകുപ്പ് പിണറായി വിജയൻ ചോദിച്ച് മേടിച്ചത് എന്തിനാ? നിങ്ങൾ മനസ്സിലാക്കണം. IT പൊതുവേ നമുക്ക് ഏതെങ്കിലും ഒരു സർവ്വസാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഈ ഘടകകക്ഷികളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാറ്. പിണറായി വിജയൻ IT എങ്ങനെയാണ് സ്വയം ഉണ്ട്, IT ഉണ്ട്. അല്ല ഞാൻ പറയട്ടെ, IT-ക്കകത്ത് ഇത് അല്ല ഉമ്മൻചാണ്ടി സമയത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നില്ല IT.
ഉമ്മൻചാണ്ടി ആയിരുന്നില്ല. അതേ സമയത്ത് പിണറായി വിജയൻ IT എന്തുകൊണ്ടാണ് IT ഏറ്റെടുത്തത്? അതിന് കൃത്യമായ ഉത്തരമുണ്ട്. അതുമാത്രം വലിയ അഴിമതി നടന്നിട്ടുണ്ട് സാർ. അഭിലാഷ് സാർ, ഞാൻ പറയാം, അല്ല ഞാൻ പറയട്ടെ അഭിലാഷ് സാർ, ഇതിനുമായി ബന്ധപ്പെട്ട് ഞാൻ IT-യുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അഴിമതിയുടെ മറ്റൊരു മുഖം കൂടി ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കൂ, ഏറ്റവും കൂടുതൽ സ്മാർട്ട് സ്കൂളുകളിനകത്ത് സ്മാർട്ട് ക്ലാസ്സുകളുണ്ട്. 1 ലക്ഷം സ്മാർട്ട് ക്ലാസ്സുകളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 1 ലക്ഷം സ്മാർട്ട്. അപ്പോൾ ഇവർ പറയും ഞങ്ങളുടെ വികസന നേട്ടമാണെന്ന്. ഇത് സ്മാർട്ട് ആയിട്ട് സ്കൂളുകളുടെ ക്ലാസ് തുടങ്ങുന്നത് എന്തിനാണ്? വീണ വിജയന്റെ ബാംഗ്ലൂർ കേന്ദ്രമാക്കിയിട്ടുള്ള ഏജൻസിയായിരുന്നു ഇതിന്റെ മുഴുവൻ കരാറ്. കേരളത്തിലെ പബ്ലിക് സ്കൂളിൽ മുഴുവൻ കരാർ കിട്ടിയിട്ടുള്ളത് വീണ വിജയൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏജൻസിക്കായിരുന്നു. അത് വലിയൊരു അഴിമതിയാണ്. ആ അഴിമതിക്കെതിരെ ഇവിടെ 1 ലക്ഷം ഒരാൾ മിണ്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് IT മേഖല എന്ന് പറയുന്നൊരു മേഖല എടുത്തുകൊണ്ട് ഈ എക്സാലോജിക് ആയിക്കോട്ടെ, IT-യുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന മുഴുവൻ പദ്ധതികളിലും അഴിമതിയുടെ പങ്കാളി വീണ വിജയനാണ്. അതിൻ്റെ ഒക്കെ കൺസൾട്ടൻസി ഫീസ് കിട്ടുന്നതും വീണ വിജയൻ. അതിലൊരു സംശയവും വേണ്ട. ശരി.